സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് കൂട്ടായി റഷ്യ എത്തിയിരിക്കുകയാണ്. ഇറാൻ റഷ്യ സംയുക്ത സൈനിക അഭ്യാസമാണ് ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്നത്. അതിൻ്റെ ചില ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇറാനെ ഉടൻ ആക്രമിക്കാൻ ട്രംപും കൂട്ടരും തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് റഷ്യ ഇറാനൊപ്പം സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ സംയുക്ത നീക്കം ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങൾക്കൊപ്പം റഷ്യ ഉണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. മേഖലയിലെ റഷ്യയുടെ ഈ സാന്നിധ്യം ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം എടുക്കുന്നതിൽ ട്രംപിനെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ജനീവ ചർച്ചയിലും ഇറാൻ അമേരിക്കയുടെ വഴിയെ വരാത്തതിൽ ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇറാനെ ഉടൻ ആക്രമിക്കണമെന്ന സമ്മർദ്ദ തന്ത്രവുമായി നെതന്യാഹുവും രംഗത്തുണ്ട്. ഇതിനിടയ്ക്ക് സമവായ നീക്കങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും മറുഭാഗത്തുമുണ്ട്. അതിനിടെ സൈനിക അഭ്യാസങ്ങൾക്കൊപ്പം ഇറാൻ ചില മുന്നൊരുക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന അതീവ ഗുരുതരമായ 4 സാഹചര്യങ്ങൾ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. അമേരിക്ക ഇറാനെ വരുന്ന ശനിയാഴ്ച, അതായത് 21-ന് ആക്രമിച്ചേക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ അവസാന ഉത്തരവിനായി അമേരിക്കൻ സൈന്യം കാത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ ഈ നീക്കം ഗൾഫ് മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അമേരിക്ക ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ, അതായത് ഒമാൻ കടലിൽ റഷ്യയുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന സൈനിക നീക്കങ്ങളുടെ പ്രാധാന്യം നമുക്ക് പരിശോധിക്കണം. ഒപ്പം അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ ഇറാൻ നടത്തുന്ന ഏറ്റവും പുതിയ മുന്നൊരുക്കങ്ങളും നോക്കിക്കാണണം. ജനീവയിൽ ഇറാൻ അമേരിക്ക ചർച്ച നടക്കുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ചിട്ട് ഇറാൻ സൈനിക അഭ്യാസം നടത്തിയിരുന്നു. ഒപ്പം സമാന്തരമായി മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2026 എന്ന പേരിൽ ഇറാൻ, റഷ്യ, ചൈന എന്നിവരുടെ സംയുക്ത നാവിക അഭ്യാസവും നടത്തിയിരുന്നു. ഇതെല്ലാം അമേരിക്കയ്ക്കും ലോകത്തിനുമുള്ള മുന്നറിയിപ്പായിരുന്നു. ഹോർമൂസ് കടലിടുക്കും ഒമാൻ കടലും തങ്ങളുടെ വിരൽത്തുമ്പിലാണ് എന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയെ ഒപ്പം നിർത്തിയുള്ള ഇറാന്റെ അതിനിർണായകമായ നീക്കം എന്ന് പറയാവുന്ന കാര്യമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈനിക നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ഇറാനുമായി സൈനിക സഹകരണം ഉൾപ്പെടെയുള്ള ഊഷ്മളമായ ബന്ധമുള്ള രാജ്യമാണ് റഷ്യ. അതിനാൽ ഈ സൈനിക അഭ്യാസം 5 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനയും അവസാന ദിവസങ്ങളിൽ സൈനികാഭ്യാസത്തിൽ പങ്കുചേരുമെന്നും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ലൈവ് ഫയർ അഭ്യാസം തന്നെയാണ് നടത്തുന്നത്. ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലുകളെ മോചിപ്പിക്കുന്ന രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകൾ, കടൽ കൊള്ളക്കാരെ നേരിടുന്നതിനും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പരിശീലനങ്ങൾ, ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകളുടെ ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം, ഡ്രോണുകളുടെയും സബ്മറൈനുകളുടെയും പ്രവർത്തനം, അങ്ങനെ തുടങ്ങി ഇറാന്റെയും റഷ്യയുടെയും സൈനിക കരുത്തിൻ്റെ പ്രദർശനമാണ് സംയുക്ത സൈനിക അഭ്യാസത്തിലൂടെ ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ കടലിലുമായിട്ടാണ് ഇറാനും റഷ്യയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത്. കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുക, പിന്നെ ഇരു രാജ്യങ്ങളുടെയും നാവിക സേനകൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക എന്നിവയാണ് അഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഉന്നത സൈനിക നേതൃത്വങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ അതല്ല സാഹചര്യമെന്ന് എല്ലാവർക്കും അറിയാം. അത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. നിലവിൽ ഗൾഫ് മേഖലയിൽ 13 അമേരിക്കൻ യുദ്ധക്കപ്പലുകളുണ്ട്. ഒപ്പം USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർട്ട് കരീബിയൻ തീരത്ത് നിന്ന് പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് പശ്ചിമേഷ്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത്രയധികം സൈനിക ശക്തിയും നാവിക ശക്തിയും അടങ്ങുന്ന അമേരിക്കൻ സൈനിക സന്നാഹം പശ്ചിമേഷ്യയിൽ അപൂർവമാണെന്ന് തന്നെ നമുക്ക് പറയാം. എന്നിട്ടും ഇറാനെ ആക്രമിക്കാൻ ഈ സന്നാഹം പോരെന്നാണ് അമേരിക്കയുടെ തന്നെ സൈനിക ഇൻ്റലിജൻസ് ട്രംപിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് കരകമ്പി. ഇങ്ങനെ ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തയ്യാറെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുമ്പോഴും നിലവിലത്തെ സാഹചര്യത്തിൽ ട്രംപ് പിന്നോട്ട് വലിയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യം. 2, ഇറാൻ തിരിച്ച് എന്ത് ചെയ്യുമെന്ന ഊഹം ഇപ്പോഴും ഇല്ലാത്തതാണ് രണ്ടാമത്തെ കാര്യം. എന്തായാലും മേഖലയിലെ റഷ്യയുടെ സാന്നിധ്യം ഇറാന് നൽകുന്ന കരുത്ത് വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. ഇറാൻ കൃത്യമായ സമയം മനസ്സിലാക്കി തന്ത്രപരമായി തന്നെ നീങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സൈനിക അഭ്യാസം യാഥാർത്ഥ്യമായത്. ഇറാൻ ഒറ്റയ്ക്കല്ലെന്നും ലോകശക്തിയായ റഷ്യ കൂടെയുണ്ടെന്നും അമേരിക്കയ്ക്ക് കൃത്യമായ സന്ദേശം നൽകാൻ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ ഇറാന് കഴിയുന്നുണ്ട്. കേവലം സൗഹൃദത്തിനപ്പുറം അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചെറുക്കാനുള്ള തന്ത്രപരമായ അച്ചുതണ്ടായി ഇറാൻ റഷ്യ ബന്ധം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് നയതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.
അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈന്യം ഇറാനെ ആക്രമിക്കാൻ സർവ്വസജ്ജമെന്ന് പറയുമ്പോഴും ട്രംപ് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തത്. ഇന്നലെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ മുറിയിൽ, അതായത് അതീവ സുരക്ഷ ഉള്ള സിറ്റുവേഷൻ മുറിയിൽ, നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സിറ്റുവേഷൻ മുറിയിൽ ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഇറാൻ തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് ട്രംപ് കടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് തീരുമാനമെടുക്കാത്തതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ സാന്നിധ്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുടെ സാന്നിധ്യം പശ്ചിമേഷ്യയിൽ ഉണ്ടെങ്കിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ റഷ്യ നേരിട്ടോ അല്ലാതെയോ ഇടപെടാനുള്ള സാധ്യത ട്രംപ് മുന്നിൽ കാണുന്നുണ്ട്. ഇത് വെറും ഒരു പ്രാദേശിക സംഘർഷത്തിന് പകരം ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു. മാത്രമല്ല, റഷ്യ നൽകുന്ന ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കാം. മറ്റൊന്ന്, റഷ്യയും ഇറാനും ചേർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ച് ആഗോള എണ്ണ വിപണിയെ തകർക്കാൻ അവർക്ക് സാധിക്കും, വളരെ പെട്ടെന്ന് സാധിക്കും. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയായിരിക്കും ആദ്യം ബാധിക്കുക. മാത്രമല്ല, പുടിനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. റഷ്യയുടെ പിന്തുണയുള്ള ഇറാനെ തൊടുന്നത് മോസ്കോയുമായുള്ള ബന്ധം പൂർണ്ണമായി തകരാനും കാരണമാക്കും. ഇതെല്ലാം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. ഇനിയുള്ള ചർച്ചകൾ നോക്കട്ടെ എന്ന നിലപാടിലാണ് ട്രംപ് എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴും റഷ്യൻ സേന ഇറാൻ തീരത്ത് നിന്ന് മാറും. അതായത് ഈ ഒരു തീരുമാനത്തിലേക്ക്, ഇനിയുള്ള ചർച്ചകളുടെ തീരുമാനത്തിലേക്ക് വരുമ്പോൾ റഷ്യൻ സേന ഇറാൻ തീരത്ത് നിന്ന് ഈ സംയുക്ത സൈനിക അഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. ആ അവസരത്തിനായി കാത്തിരിക്കുകയാണ് ട്രംപിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ഉപദേശകർ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയ്ക്കാണ് ട്രംപിന് മുകളിൽ നെതന്യാഹു സമ്മർദ്ദവും ശക്തമാക്കുന്നത്. ഇറാനെ സംയുക്തമായി ആക്രമിക്കാമെന്നാണ് നെതന്യാഹു നിലപാട് സ്വീകരിക്കുന്നത്. ഇറാൻ അത്ര വലിയ ശക്തിയൊന്നുമല്ല എന്നാണ് നെതന്യാഹു ട്രംപിനോടും അമേരിക്കൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 12 ദിന യുദ്ധസമയത്ത് കിട്ടിയ തിരിച്ചടിയാണ് ട്രംപിൻ്റെയും അമേരിക്കൻ സൈനികരുടെയും മനസ്സിലുള്ളത്. ഇറാൻ്റെ മിസൈലുകളെ അന്ന് പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അമേരിക്ക ആക്രമിച്ച ഉടനെ തന്നെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഇത്തവണ ഇറാൻ എന്തിനും ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാൻ്റെ നാവികസേന അത്രത്തോളം ശക്തമല്ല എങ്കിലും കരസേനയും വ്യോമസേനയും അതിശക്തമാണ്. പിന്നെ അത്യാധുനിക മിസൈലുകളും ഇറാൻ്റെ സൈനിക ശക്തി കൂട്ടുന്നു. ഒപ്പം റഷ്യയുടെ സഹായം കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന പേടിയാണ് ട്രംപിനും അമേരിക്കൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും ട്രംപിൻ്റെ ഉപദേശകർക്കും ഉള്ളത്. അതിനിടയ്ക്ക് ഇറാൻ അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ വീണ്ടും ശക്തമാക്കിയെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ചില ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ടെഹ്റാന് വളരെ അടുത്തുള്ള പാർച്ചിൻ സൈനിക സമുച്ചയത്തിന് വലിയ കോൺക്രീറ്റ് കവചം നിർമ്മിച്ചതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കവചം നിർമ്മിച്ചതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പിന്നീട് ഇത് മണ്ണിട്ട് മൂടി പുറമേ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 ദിന യുദ്ധസമയത്ത് അമേരിക്ക ആക്രമണം നടത്തിയ ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, നദാൻസ് എന്നിവിടങ്ങളിലെ തുരങ്ക കവാടങ്ങൾ ഇറാൻ മണ്ണിട്ടടച്ചതായും കോൺക്രീറ്റ് ഉപയോഗിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തിയതായും ഈ ചിത്രങ്ങളിൽ, അതായത് ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ചില മിസൈൽ താവളങ്ങളിൽ പുതിയ മേൽക്കൂരകൾ നിർമ്മിച്ചും നിർമ്മാണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തും പ്രവർത്തനക്ഷമമാക്കിയതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആയുധശേഖരവും ആണവ സാമഗ്രികളും ഭൂമിക്കടിയിൽ സുരക്ഷിതമാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത്. ശനിയാഴ്ച ട്രംപ് എന്ത് ചെയ്യും, എന്ത് തീരുമാനം അമേരിക്ക എടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. അതേസമയം ഇറാൻ നടത്തുന്ന മുന്നൊരുക്കം, ഇപ്പോൾ റഷ്യയുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സംയുക്ത സൈനിക അഭ്യാസം, ഇനി ഈ സൈനിക അഭ്യാസത്തിലേക്ക് ചൈന വന്നു ചേരുമോ എന്നുള്ള ചോദ്യം, ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യ ഉടൻ തിരിച്ചെത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്, നമ്മൾ പ്രത്യാശിക്കേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.